കണ്ണൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തി. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്കിടെയാണ് ബസ്സിൽ നിന്ന് 150 വെടിയുണ്ടകൾ കണ്ടെത്തിയത്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചെയ്തിട്ടുണ്ട്. അരുൺ, ഇത് കണ്ണൂർ ഇരിട്ടി റൂട്ടിലോടുന്ന ബസ്സാണോ? എന്താണ് സംഭവം? 150 വെടിയുണ്ടകൾ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ക്വാണ്ടിറ്റിയാണ്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിത്, ഇത് വൈകിട്ട് 4:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് വിരാജ്പേട്ടയിൽ നിന്ന് ഇരിട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ബസ്സിൽ നിന്ന് അവിടെ എക്സൈസിന്റെ സംഘം അവിടെ പരിശോധന നടത്തുകയായിരുന്നു. പോലീസ് സംഘവും അവിടെ ഉണ്ടായിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഈ ബസ്സിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഈ വെടിയുണ്ടകൾ കണ്ടെത്തിയത്, തിരകൾ കണ്ടെത്തിയത്. അതിനുശേഷം ഇത് പോലീസിനെ കൂടി വിവരം അറിയിച്ചു. ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെയും ജീവനക്കാരെയും മുഴുവൻ ആൾക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ ഇവരാരും തന്നെ ഇത് തങ്ങളുടേതാണ് എന്ന് സമ്മതിച്ചിട്ടില്ല. പോലീസ് എന്തായാലും അതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കർണാടക അതിർത്തിയിലുള്ള ആരെങ്കിലും ഈ ബസ്സിൽ അടിയിൽ ഒളിപ്പിച്ച് അത് ഇരിട്ടിയിൽ നിന്ന് ആരെങ്കിലും കളക്ട് ചെയ്യുന്ന രീതിയിൽ അത് കടത്തിയതാണോ എന്ന സംശയവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും പ്രജിൻ സൂചിപ്പിച്ചതുപോലെ 150 തിരകളാണ് കണ്ടെത്തിയുള്ളത്. അത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് കാര്യങ്ങൾ കാണുന്നത്. നോർമലായി നടന്ന എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയല്ല. എക്സൈസിന്റെ സ്ഥിരമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബസ് ജീവനക്കാർക്കുൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ബസ്സിൽ ഇരിട്ടിയിലേക്ക് യാത്ര ചെയ്ത യാത്രക്കാർക്ക് ആരുടേതുമല്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അവരെ വിശദമായി തന്നെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റെവിടെന്നെങ്കിലും ഇത് സീറ്റിനടിയിൽ ഒളിപ്പിച്ച് ഇരിട്ടിയിലേക്ക് കടത്തിയതാണോ, ഇരിട്ടിയിൽ ആരെങ്കിലും ഇത് എടുക്കാൻ കാത്തിരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 150 വെടിയുണ്ടകൾ എന്ന് പറയുമ്പോൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയം തന്നെയാണ്. യാത്രക്കാരുടെ ആരുടെയും അല്ല, ആ ബസ്സിലെ യാത്രക്കാരുടെ ആരുടെയും അല്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് ആരാണ്, എന്തിനാണ് അവിടെ കൊണ്ടുവച്ചത്, അതെവിടത്തേക്ക് കടത്തുകയായിരുന്നു? ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്നും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.